അവസാനം ഷംന മാമിൻ്റെ ഒരു കോഡ് കണ്ടു, ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പം നീ റിസൾട്ട് നോക്കിയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ മാം പറഞ്ഞു ഞാൻ നോക്കണം, നോക്കിയിട്ട്. അപ്പോൾ മാം അപ്പോഴും റിസൾട്ട് പറയുന്നില്ല. അവിടെ നീ ലിസ്റ്റിലുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പലതവണ ചോദിച്ചു. എനിക്കത് അന്നേരം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ നോക്കുന്ന പറഞ്ഞാൽ ഇത്രയും നാൾ പോയ സ്ഥലങ്ങളിലേക്ക് ഞാൻ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ ഗസ്റ്റായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. അതുകൊണ്ട് എനിക്കൊരു പരാജയം വന്നാലും ഒരു 1-2 ദിവസത്തിനുള്ളിൽ എനിക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, തോറ്റു കഴിഞ്ഞാലും വീണ്ടും ജയിക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം. അത് ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് കിട്ടിയൊരു വിശ്വാസമാണ്. പക്ഷെ അന്ന് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടൂള് ഉണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ ഓൺ സ്ക്രീൻ ഇവാലുവേഷൻ. പക്ഷേ അത് ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം. അന്ന് അതെനിക്കൊരു പുതുമയായിരുന്നു. എന്നോട് പലരും പറഞ്ഞ് വിക്രമാദിത്യനിലെ വീഡിയോ എടുത്തിട്ട് ദുൽഖർ IPS ആയി വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് നെഗറ്റീവായിട്ട് ചെയ്യുകയോ എനിക്കെതിരെ സംസാരിക്കുകയോ ചെയ്യണമായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. ഇന്ന് എന്നോട് കൂടെ ലീഡ് IASന്റെ സക്സസ് പോഡിയത്തിൽ ഉള്ളത് വൈശാഖാണ്. വൈശാഖ് ഇത്തവണത്തെ പരീക്ഷയിൽ 656 റാങ്ക് മേടിച്ചിട്ടുണ്ട്. വൈശാഖിൻ്റെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് വൈശാഖ് വലിയ സക്സസ് നേടിയത്. 2021 തൊട്ട് എനിക്ക് വൈശാഖിനെ അറിയാം. ഓരോ തവണയും മെയിൻ സ്കില്ലർ ഇവിടെയാണ് ചെയ്തത്, പ്രിലിം സ്കില്ലർ ഇവിടെയാണ് ചെയ്തത്. ഓരോ തവണയും പരാജയപ്പെടുമ്പോഴും ഇനിയും ഇമ്പ്രൂവ് ചെയ്യാനുള്ള ആത്മവിശ്വാസത്തിൽ വൈശാഖിനോട് വരുമായിരുന്നു. പക്ഷേ ഇതിനുവേണ്ടി തന്നെ ഇരുന്ന് പഠിക്കുകയായിരുന്നില്ല. വളരെ ബുദ്ധിപൂർവ്വം ഒരു ടാസ്ക് റേറ്റിൻ്റെ ഒരു ജോലി കിട്ടിയിരുന്നു. ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ വലിയ വിജയം വൈശാഖ് കരസ്ഥമാക്കിയിരിക്കുന്നത്. വൈശാഖ് എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ നല്ല റിസൾട്ട് കിട്ടിയ ആളുകളുടെ ഇടയിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു റിസൾട്ട് കൂടിയാണ് വൈശാഖിൻ്റേത്. ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. താങ്ക് യു സർ. ഓക്കെ, സക്സസ് പോഡിയത്തിൽ എല്ലാവരും വരുമ്പോൾ അവരുടെ ജേണി പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. ഇതൊരു വലിയൊരു ജേണിയാണ്. അതെ. അപ്പം എനിക്ക് തോന്നുന്നു സ്കൂൾ തൊട്ട് തുടങ്ങാം. എവിടെ പഠിച്ചു, കോളേജ്, സിവിൽ സർവീസിലേക്ക് വന്നത് എപ്പോൾ, എത്ര അറ്റംപ്റ്റ്? സർ, എൻ്റെ ജേണി എല്ലാം പൊതുവിദ്യാലയങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഞാൻ LKG മുതൽ 4 വരെ SN നഴ്സറി പ്രൈമറി സ്കൂൾ എന്ന് പറഞ്ഞ നാട്ടിലൊരു സ്കൂളിലാണ് പഠിച്ചത്. 5 മുതൽ 7 വരെ അവിടുത്തെ ഒരു ഗവൺമെൻറ് സ്കൂളായ SSC MVP ഗവൺമെൻറ് സ്കൂളിലാണ് പഠിക്കുന്നത്. 8 തൊട്ട് 10 വരെ മേരി മാക്ട് ഹൈസ്കൂൾ പൂങ്കാവ്, അതൊരു എയ്ഡഡ് സ്കൂളാണ്, അതൊരു പൊതുവിദ്യാലയമാണ്. +1 +2 പഠിക്കുന്നത് ഗവൺമെൻറ് HSS കലൂർ, അതൊരു പൊതുവിദ്യാലയമാണ്. അതിനുശേഷം ആലപ്പുഴ ST കോളേജിൽ നിന്ന് ഗ്രാജുവേഷൻ ചെയ്യുക. അപ്പോൾ ഞാൻ ഗ്രാജുവേഷന് ശേഷവും തൊട്ടാണ് UPSCയിലേക്ക് വന്നാലോ, ശരിക്കും എൻ്റെ മനസ്സിൽ ഇത് പഠിച്ചാൽ എന്തെങ്കിലും കിട്ടും എന്ന തോട്ടിലാണ് UPSC എഴുതി നോക്കിയാലോ എന്ന്. അപ്പം ഒരു പ്രോപ്പർ കോച്ചിങ് ഒന്നും വേണ്ട, ഒന്ന് എഴുതി നോക്കാം എന്നുള്ള രീതിയിലാണ് എഴുതുന്നത്. അതിനൊരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ അവസാന വർഷം നിൽക്കുന്ന സമയത്ത് എനിക്ക് 6 സപ്ലി ഉണ്ട്. ഒരു വർഷം ഈ 6 സപ്ലി എഴുതി, അപ്പോൾ ആ സമയത്ത് വേറെ എന്തെങ്കിലും കൂടെ ചെയ്യണം. അങ്ങനെ 2017 ഞാൻ ആദ്യമായിട്ട് സിവിൽ സർവീസ് അറ്റൻഡ് ചെയ്യുന്നത്. ഓരോ തവണ അറ്റൻഡ് ചെയ്യുമ്പോഴും 3 പ്രിലിംസ് ഫെയിലിയേഴ്സ്, 4ാമത് ഞാൻ പ്രിലിംസ് ക്ലിയർ ചെയ്യുന്നു. അങ്ങനെ പ്രിലിംസ് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് ലീഡ് IAS അക്കാഡമിയായിട്ടുള്ള എൻ്റെ ബന്ധം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് മെയിൻ സ്കില്ലറിൻ്റെ ആദ്യത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതിനുശേഷവും പല ഫെയിലിയേഴ്സ്, അവസാനം എൻ്റെ 8ാമത്തെ അറ്റംപ്റ്റിലാണ് എനിക്കിത് ക്ലിയർ ചെയ്യാൻ പറ്റിയത്. ഓക്കെ, ഓരോ തവണ പരാജയപ്പെടുമ്പോഴും വൈശാഖിന് 2 കാര്യങ്ങളിൽ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒന്ന്, വൈശാഖിന് തന്നെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ലീഡിലും ട്രസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് തോന്നുന്നില്ല ഒരു മെയിൻ സ്കില്ലർ 2 മെയിൻ സ്കില്ലറും എഴുതി കിട്ടിയില്ല. പിന്നെ പലപ്പോഴും പലരും ഇങ്ങോട്ട് തന്നെ വരാറില്ല. പലപ്പോഴും ഈ പണി തന്നെ നിർത്തി പോവുകയാണ് ചെയ്യുക. എന്താണ് വൈശാഖിനെ സെൽഫായിട്ട് മോട്ടിവേറ്റ് ചെയ്യിച്ച കാര്യം? അതോടൊപ്പം തന്നെ ഇവിടെ വന്നാൽ റിസൾട്ട് ഉണ്ടാവുമെന്ന് വീണ്ടും പ്രതീക്ഷ ഉണ്ടാകാൻ കാരണം? അപ്പോൾ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ, ഞാൻ അൻഡു സാറിൽ വെച്ചൊരു ട്രസ്റ്റ്, അത് സാറിന് അറിയായിരിക്കും. കാരണം എനിക്ക് ഒരു എക്സാം കഴിഞ്ഞ ശേഷം എനിക്കൊരു 4-5 പേരാണ് മെസ്സേജ് അയക്കുന്നത്. അതിലൊരാൾ അൻഡു സാറാണ്. അപ്പോൾ ഹൗ യു ഫീൽ, അല്ലെങ്കിൽ ഒരിക്കലും എങ്ങനെയുണ്ട്, എത്ര ക്വസ്റ്റ്യൻ ചെയ്തു എന്നല്ല ചോദിക്കുന്നത്, ഹൗ യു ഫീൽ. സർ, ഐ ഫീൽ വെൽ എന്ന് പറഞ്ഞാൽ യു വിൽ ക്ലിയർ ദ എക്സാം, സോ നമുക്ക് മെയിൻസ് പഠിച്ചു തുടങ്ങാം. അപ്പം എനിക്ക് തോന്നുന്നു തുടർച്ചയായിട്ട് ഇപ്പം 2021 എനിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ഞാൻ സാർ ഇറ്റ്സ് വെരി ബാഡ് എന്നയക്കും. സാർ പിന്നെ റിപ്ലൈ ഇല്ല. അപ്പോൾ സാറിന് ക്ലിയർ ആയി കിട്ടില്ലെന്ന്. അപ്പോൾ ഇത്തവണ ഇൻ്റർവ്യൂ സ്റ്റേജിലും സാറിനോട് ചോദിച്ചു ഹൗ യു ഫീൽ. ഞാൻ പറഞ്ഞു ഐ ഫീൽ ഗുഡ്. സോ അപ്പോൾ എനിക്ക് സാറ് റിസൾട്ടിൽ 2 ദിവസം മെസ്സേജ് അയച്ചു, ട്രിവാൻഡ്രത്തുണ്ടോ. അപ്പോൾ ഞാൻ സാറിൻ്റെ മെസ്സേജ് കണ്ടപ്പോൾ സാറിന് ഒരു പ്രഡിക്ഷൻ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, ഞാൻ ക്ലിയർ ചെയ്യുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് അൻഡു സാറിൽ നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കുറച്ച് പിഴവുകൾ തിരുത്തി. ഞാനിപ്പോൾ 2020 ആദ്യത്തെ മെയിൻസ് എഴുതിയപ്പോൾ ഉണ്ടായിരുന്ന കുറേ പിഴവുകൾ 2022 മാറ്റി. അപ്പോൾ ഞാൻ അത്യാവശ്യം റിലേ ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പം എനിക്കൊരു പക്ഷേ സാറ് കല്യാണം വിളിച്ചപ്പോഴും വരാത്തതിൻ്റെ റീസൺ എനിക്ക് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഒരുപാട് നമ്മളെ ഗൈഡ് ചെയ്തിട്ടും നമുക്കത് റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയില്ല. അപ്പോഴും ചെറിയ മാർക്കിലാണ് പോകുന്നത്. ഇപ്പോൾ 2022 4 മാർക്കിലാണ് ഇൻ്റർവ്യൂക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഒരു 4 മാർക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം, അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് എനിക്ക് സാറിൻ്റെ നിന്ന് കിട്ടുമെന്നുള്ളതുകൊണ്ടാണ്. എനിക്ക് അൻഡു സാറെന്ന പേഴ്സണലിൽ നല്ല വിശ്വാസമുണ്ട്. കാരണം അത് ഇത്തവണ എൻ്റെ എത്തിക്സ് പേപ്പറിലും കണ്ടിട്ടുണ്ട്. വൺ ഓഫ് ദ ഹയസ്റ്റ് മാർക്സ് തന്നെ ആയിരിക്കും. അതോടൊപ്പം തന്നെ GS ലും നല്ല മാർക്ക് 409 എത്തുകയും ചെയ്തിട്ടുണ്ട്.
ആൻഡ് ദാറ്റ്സ് ഓൾസോ എ വെരി അപ്രിഷ്യബിൾ തിങ്. അപ്പം ഈ ജേർണിയിൽ എനിക്ക് തോന്നുന്നു ഓരോ തവണ പരാജയപ്പെടുമ്പോഴും നമുക്ക് ഒരു സപ്പോർട്ടായിട്ടുണ്ടായിരുന്നത് ആ ജോലിയായിരുന്നു. അതെ. കാരണം നമുക്കൊന്നും പേടിക്കേണ്ട, അത് കിട്ടിയില്ലെങ്കിൽ ഇതുണ്ട്. പക്ഷെ അത് പലർക്കും ഒരു 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 എക്സ്ക്യൂസ് ആയിട്ട് മാറാറുമുണ്ട്. കാരണം പലരും വിചാരിക്കും ഒരു ജോലി എടുത്തിട്ട് ഇതും കൂടെ പഠിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് പലപ്പോഴും ഒരു കംഫർട്ട് സിറ്റുവേഷനിലേക്ക് പോകുന്നുണ്ട്. അതെങ്ങനെ അവോയ്ഡ് ചെയ്തേ? വാട്ട് മെയ്ഡ് യു വർക്ക് ഈവൻ ആഫ്റ്റർ യു ഗോട്ട് എ ജോബ്? ഞാനത് 2017 ഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എഴുതിയൊരു എക്സാമാണ്. ഡിഗ്രി ഉള്ളവർക്ക് ലാസ്റ്റ് ഗ്രേഡ് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പം അത് എഴുതിയപ്പോൾ എനിക്ക് കിട്ടുമെന്ന് മനസ്സിലായി. കാരണം എനിക്ക് കുറച്ച് ക്വിസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് ഞാൻ അത് എഴുതിയപ്പോൾ ഓക്കെ കിട്ടും. അത് കിട്ടിയപ്പോഴുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഗ്രേഡ് ആകുമ്പോൾ ആളുകൾക്കൊരു കുറച്ചിലായി കാണുന്നൊരു ഫീലുണ്ട്. സോ എനിക്കത് തോന്നിയെന്ന് പറഞ്ഞാൽ അതെന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എവിടെ ചെല്ലുമ്പോഴേക്കും ലാസ്റ്റ് ഗ്രേഡിൽ ജോലി ചെയ്യുന്ന ഒരാൾ സിവിൽ സർവീസ് എഴുതുന്നു പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. അപ്പോൾ അത്തരത്തിലൊരു ട്രീറ്റ്മെൻറ്റ് എനിക്ക് എല്ലായിടത്തും എന്നുവെച്ചാൽ മോശമായെന്നല്ല, ഇവൻ ക്ലിയർ ചെയ്യില്ല. കാരണം വേറൊരു നല്ല ജോലി എഴുതാൻ പറ്റുന്ന ഒരാൾക്ക് മാത്രമേ സിവിൽ സർവീസ് പറ്റൂ എന്നുള്ള തോട്ടുണ്ട്. അപ്പം എന്നെ അത് മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ശരിക്കും. അതുകൊണ്ട് എനിക്ക് തോന്നി, കാരണം ലാസ്റ്റ് ഗ്രേഡിൽ നിന്ന് തന്നെ സിവിൽ സർവീസിൽ എത്തുമ്പോൾ അതിൻ്റേതായൊരു പ്രചോദനം ഒരുപാട് പേർക്ക് കിട്ടും. കാരണം ഞാൻ ഈ എക്സാം ക്ലിയർ ചെയ്ത ശേഷം ലാസ്റ്റ് ഗ്രേഡിൽ ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകൾ എന്നെ വിളിച്ചു. അതായത് അവർ പറയുന്നതാണ്, ഞങ്ങൾക്ക് ഓഫീസിലൊക്കെ റെസ്പെക്റ്റ് കൂടി. അതൊരു ലാസ്റ്റ് ഗ്രേഡ് സർവൻറ്റ് മുന്നിലേക്ക് വരുമെന്ന് വെച്ചാൽ ഞങ്ങൾക്കും ഇതിൻ്റെ അപ്പുറത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ള തോട്ട് ഒരുപാട് പേർക്ക് കൊടുക്കാൻ പറ്റി. അപ്പോൾ എനിക്ക് തോന്നിയത് ആ ഒരു ജോലി നിന്നപ്പോൾ അതിൽ ഒത്തിരി മുകളിലേക്ക് എത്താൻ എനിക്ക് സാധിക്കുമോ എന്ന ഒരു ചിന്ത. അപ്പം ഒരുപാട് പേരെ തോട്ട് മാറ്റാൻ പറ്റുമോ, എനിക്ക് പറ്റും എന്നുള്ള വിശ്വാസമാണ് എനിക്ക് ഒരുപാട് കോൺഫിഡൻസ് തന്നത്. ഒരു വെറും ജോലി എന്നുള്ള രീതിയിലല്ല, അപ്പോൾ ആ ജോലി ആളുകൾ കുറച്ചിലായിട്ട് കാണുന്ന ഒരു ജോലിയിലാണ് ഞാൻ ഇരുന്നത്. അതാണ് എനിക്ക് കൂടുതൽ മോട്ടിവേറ്റ് ആയത്. ഓക്കെ. അപ്പം ഈ ലാസ്റ്റ് ഗ്രേഡിൻ്റെ ഇടയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, പഠിക്കാനും വേണ്ടിയിട്ട് എങ്ങനെ സമയം കണ്ടെത്തിയിരുന്നു? കാരണം വർക്കിംഗ് ആസ്പിറൻസിൻ്റെ ഷെഡ്യൂൾ ഇച്ചിരി ടൈറ്റ് ആണല്ലോ. അപ്പോൾ അതെങ്ങനെ മാനേജ് ചെയ്തേ? എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ ഒരു അവൈലബിലിറ്റിയും നമുക്ക് അപ്രോച്ചബിലിറ്റി ഉള്ളത് കൊണ്ട് അത് കുറച്ച് എളുപ്പമാണ്. എൻ്റെ ജോലി സമയം 10 to 5 ആണ്. അപ്പോൾ ഞാൻ തീരുമാനിച്ചത് 6 to 9 ഞാൻ എന്തായാലും പഠിക്കും രാവിലെ. അപ്പോൾ എനിക്ക് ആ 3 മണിക്കൂർ വേണം. വൈകിട്ട് വീണ്ടും 6 to 9. അപ്പോൾ ഈ 6 to 9 റൂളാണ് ഞാൻ പാലിച്ചത്, രാവിലെയും വൈകിട്ടും. അപ്പോൾ 6 മണിക്കൂർ എങ്ങനെ സംഭവിച്ചാലും എനിക്കത് കിട്ടണം എന്നുള്ള രീതി ചെയ്തു. അത് റിലീജിയസ്ലി ചെയ്തു. പത്രം വായനയും എല്ലാം തന്നെ ഈ സമയത്തുള്ളിൽ നടന്നുപോയി. അപ്പോൾ ശനിയും ഞായറും എത്തുമ്പോഴേക്കും കുറച്ച് അഡീഷണൽ സമയം എടുക്കും. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ ഡിറ്റാച്ച് ചെയ്തു, സോഷ്യൽ മീഡിയ ഉപേക്ഷിച്ചു. അപ്പം സമയം ഞാൻ കണ്ടെത്തിയെടുത്തു. കാരണം എനിക്കിതിരുന്ന് പഠിച്ചേ പറ്റുള്ളൂ. ജോലിയിൽ ഇരുന്ന് തന്നെ പഠിക്കണം. ലീവ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ടും പ്രശ്നമുണ്ട്. അപ്പോൾ പഠിക്കാനുള്ള പണവും ഇങ്ങനെ കിട്ടണം എന്നുള്ളൊരു രീതിയിലാണ് പോയത്. ഇപ്പോൾ ലാസ്റ്റ് ഗ്രേഡ് ആയതുകൊണ്ട് കുറച്ചുകൂടെ കൂടുതൽ സമയം നമുക്ക് കിട്ടുമായിരുന്നു. അപ്പം അത് നന്നായി പോയി. റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാണ് ലൈഫ് മാറിയത്? അത് വലിയൊരു കഥയായിട്ട് തന്നെ പറയേണ്ടി വരും. സോ റിസൾട്ട് വരുന്ന ദിവസം തലേന്ന് സാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചു. ഞാൻ ഇല്ലയെന്ന് തന്നെ പറഞ്ഞു, എനിക്ക് പേടിയാണെന്ന് പറഞ്ഞു. ഞാനപ്പം ഒരു തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് വർക്ക് ചെയ്തു. അന്ന് ഞാൻ അവിടെ തന്നെ താമസിച്ചു. പിറ്റേ ദിവസം രാവിലെ തൊട്ട് ഭയങ്കര ടെൻഷൻ. അപ്പോൾ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും റിസൾട്ട് വന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസൈറ്റി കൂടുവാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സമയത്ത് നല്ല ടെൻഷൻ. ഇടയ്ക്ക് പോയി ചായ കുടിക്കുന്നു, ഒരു 5-6 ചായ കുടിച്ചു. അവിടെ ഹോസ്പിറ്റലുണ്ടാകുന്ന എൻ്റെ സിസ്റ്റർ നഴ്സുമാർ പറഞ്ഞു, വീട്ടിൽ പോയിക്കോ, കാരണം ഇത്രയും ടെൻഷൻ അടിച്ച് ഇവിടെ നിൽക്കേണ്ട. ഞാൻ പോകുന്ന വഴിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 65 കിലോമീറ്ററാണ് എൻ്റെ വീട്ടിലേക്കുള്ളത്, സ്ഥാപനത്തിൽ നിന്ന്. അപ്പോൾ പോകുന്ന വഴിക്ക് ഒരുപാട് കോള് ഞാൻ എടുത്തില്ല ഒന്നും. അവസാനം ഷംന മാമിൻ്റെ ഒരു കോള് കണ്ടു. ഞാൻ തിരിച്ചു വിളിച്ചു. അപ്പം നീ റിസൾട്ട് നോക്കിയില്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ മാം പറഞ്ഞു എന്നാൽ നോക്കിയിട്ട്. അപ്പോൾ മാം അപ്പോഴും റിസൾട്ട് പറയുന്നില്ല. കാരണം നീ ലിസ്റ്റിലുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ റിപ്പീറ്റ് ചെയ്ത് പലതവണ ചോദിച്ചു. എനിക്കത് അന്നേരം വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം അല്ലെങ്കിൽ ചിലപ്പം മാം തമാശ പറയുന്നത്, അങ്ങനെ തമാശ പറയില്ല എന്നാലും എന്നുള്ള തോട്ടിലിരുന്നു. അന്നേരത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ്. പിന്നെ ഞാൻ എക്സൈറ്റ്മെൻ്റ് ഒന്ന് കൺട്രോൾ ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിലോടെത്തുക. കാരണം എക്സൈറ്റ്മെൻറ്റിൽ വണ്ടി ഓടിക്കുന്ന റിസ്ക് ആണ്. അപ്പോഴും ഞാൻ ഒരുവിധം കൺട്രോളായി പോകുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് ഞാൻ കണ്ടത് ഹെൽത്ത് മിനിസ്റ്റർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഒരു മണിക്കൂറിന് വ്യത്യാസം പെട്ടെന്ന് ലാസ്റ്റ് ഗ്രേഡിൽ വീട്ടിൽ ഒത്തിരി ആളിലെത്തുന്നു. ഞാൻ വാട്സാപ്പ് തുറന്നപ്പോൾ എല്ലായിടത്തും സ്റ്റാറ്റസ് ഇടുന്നത്. ഞാൻ അറിയുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുമ്പ്, ഞാൻ ആ PDF നോക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാവരുടെയും സ്റ്റാറ്റസുകളിൽ നിറഞ്ഞിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഞാൻ നോക്കുന്ന പറഞ്ഞാൽ ഇത്രയും നാൾ പോയ സ്ഥലങ്ങളിലേക്ക് ഞാൻ, അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ട് പോയ സ്ഥലങ്ങളിലേക്ക് ഇപ്പോൾ ഞാൻ ഗസ്റ്റായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. വൈശാഖ് എനിക്ക് തോന്നുന്നു കുറച്ച് പോപ്പുലർ ആണെന്ന് തോന്നുന്നു നാട്ടിൽ. കുറേ ക്വിസ് മത്സരങ്ങൾക്കും ഒക്കെ ക്വിസ് മാസ്റ്ററൊക്കെ ആയിട്ട് പോയിട്ട് വളരെ ആക്റ്റീവാണ് നാട്ടിലെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം പലപ്പോഴും സ്റ്റാറ്റസ് കാണാറുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ആ വിജയം അതുകൊണ്ട് തന്നെ ഒരു നാടിൻ്റെയും കൂടെ ഒരു വിജയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം എന്തൊക്കെ ആക്ടിവിറ്റീസിലായിരുന്നു ഇത് പഠനം അല്ലാണ്ട് മുഴുകിയിരുന്നത്? വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാൾ, എനിക്ക് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അല്ലേ? എനിക്ക് കുട്ടിക്കാലം മുതലേ എനിക്കെപ്പോഴും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ക്വിസുകളിലൊക്കെ പോകുമ്പോൾ പരാജയപ്പെടുമ്പോഴാണ് ഞാൻ
കുറേ കാലം റിലൈസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ആളില്ല. ഒരു വലിയൊരു ഡ്രീം ഉള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഗൈഡ് ചെയ്യാനോ ആൾക്കാർ വേണം. അപ്പോൾ ആ ഒരു തോട്ടിൽ നിന്നാണ് ഞാൻ 2006 ഗ്രാജുവേഷന് ശേഷം ഒരു ക്വിസ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അത് ഫെയിലിയർ ആയിരുന്നു. അങ്ങനെ 2022 മെയിൻസിന് ശേഷം എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിൽ ഒരു വലിയ ഓർഗനൈസ്ഡ് ആയിട്ട് ലെനോവോ എന്ന വലിയൊരു ക്വിസ് ക്ലബ്ബ്, ക്വസ്റ്റ്യൻസ് പോസ്റ്റ് ചെയ്യും, കുട്ടികളെ ട്രെയിൻ ചെയ്യും. പിന്നെ ഒത്തിരി ക്വിസുകൾ നടത്താൻ പറ്റി. അപ്പം ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടുത്തെ വായനശാലകളൊക്കെ ആയിരുന്നു. വായനശാലകളിൽ LED വാൾ വെച്ച് നടത്താൻ പറ്റുന്ന, എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു കാഴ്ച എല്ലായിടത്തും കാണില്ല. സാധാരണ വായനശാലകൾ LED വാളുകളും പ്രൊജക്ടറും വെച്ച് വലിയ രീതിയിൽ നടത്തുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റം ഓഫ് ലേണിംഗ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അതായിരുന്നു. പിന്നെ ചെറിയ ചെറിയ സ്കൂളുകൾ, ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്തത് ഗവൺമെൻറ് സ്കൂളുകളും നമ്മൾ പഠിച്ച സ്ഥാപനങ്ങളിലേക്ക് പോയി ചെയ്യാനാണ് ശ്രമിച്ചത്. എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ഒരു ജനകീയത ക്വിസിലേക്ക് വരികയും അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് ഒരു പ്രത്യേക സ്നേഹം വലിയ രീതിയിലൊരു ആഘോഷമാക്കി മാറ്റിയെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നമുക്ക് കിട്ടാതെ പോയൊരു ഗൈഡൻസ് വൈശാഖ് വേറെ വരുന്ന ഒരു തലമുറയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയായിരുന്നു അറ്റംപ്റ്റിലാണ്. ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് എക്സാം പ്രിപ്പറേഷനിലേക്ക് വരാം. അപ്പോൾ സിവിൽ സർവീസിൻ്റെ 8ാമത്തെ സ്റ്റേജ് പ്രിലിമിനറി ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു 3 തവണ കയറിയിട്ടുണ്ട്, 3 തവണ 4 തവണ പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പം പരാജയപ്പെട്ട അറ്റംപ്റ്റിൽ നിന്നും വിജയിച്ച അറ്റംപ്റ്റിൽ എന്തായിരുന്നു വ്യത്യാസം? എൻ്റെ ആ എക്സാമിനെ ഞാൻ എങ്ങനെ നോക്കിക്കാണും എന്നുള്ളതാണ് വ്യത്യാസം. കാരണം ഞാൻ 2017, 18, 19 വർഷങ്ങളിലെന്ന് പറഞ്ഞാൽ പഠിച്ചിട്ടില്ല, കിട്ടത്തില്ല, എന്നാൽ പോയി എഴുതി കളയാം എന്നുള്ള രീതിയിൽ ചുമ്മാ അങ്ങ് പോയി എഴുതുവാണ്. അപ്പം എനിക്കൊരു ഷോക്കിംഗ് ആയത് 2019 GS1 ഞാൻ കട്ട് ഓഫ് ക്ലിയർ ചെയ്തു. സിസാറ്റിന് എനിക്ക് 0.37 മാർക്കാണ് മിസ്സാവുന്നത്. അപ്പോൾ ഞാനപ്പോൾ അത് എനിക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം GS1 കിട്ടില്ല എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, സിസാറ്റ് നമുക്ക് എളുപ്പമാണെന്ന് വിചാരിക്കും. അപ്പോൾ ഞാൻ ഇത്ര അടുത്തെത്തിയുമായിരുന്നോ, കാരണം എൻ്റെ ഒരു ഉഴപ്പ് കാരണമാണോ അത് മിസ്സായി പോയി എന്നുള്ള തോട്ട്. അപ്പം അടുത്ത വർഷം അപ്രോച്ച് കംപ്ലീറ്റ്ലി മാറി. പക്ഷേ ഇപ്പോൾ കോവിഡ് വന്നതോടുകൂടി ഒരു മൊമെൻറ്റം നഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്നാലും എൻ്റെ കോൺഫിഡൻസ് ഉള്ളിലുണ്ട്, അത് പോയി എഴുതിയാൽ കിട്ടും. കാരണം കഴിഞ്ഞ വർഷം ഒരു ജസ്റ്റ് മാർക്കിന് പോയ ഒരാൾക്ക് എന്തായാലും ഈ വർഷം കിട്ടും, അങ്ങനെ കിട്ടി. പക്ഷേ 2021 എത്തിയപ്പോഴേക്കും എൻ്റെ കോൺഫിഡൻസ് ശരിക്കും കുറഞ്ഞു. അതൊരു ധൈര്യമില്ല, കാരണം മെയിൻസ് പോയി, അപ്പോൾ നമുക്ക് പറ്റില്ല. മെയിൻസ് പോയെന്ന് പറഞ്ഞാൽ സാറിന് അറിയായിരിക്കും വളരെ മോശം മാർക്കായിരുന്നു. എല്ലാത്തിനൊരു 70 മാർക്കിലാണ് GS എല്ലാത്തിനും എനിക്ക് കിട്ടിയത്. ഒരു 300 മാർക്ക് പോലും എനിക്കില്ല GS മൊത്തം. ഓപ്ഷണലിൽ വളരെ മോശം മാർക്കാണ്, 200 മാർക്ക് പോലും ഇല്ല. ആകെ SIക്ക് മാത്രം ഒരു 130 കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ആ മോശം മാർക്ക് കിട്ടിയപ്പോഴപ്പോൾ ഞാൻ വിചാരിച്ചത് നിർത്തി. അപ്പോൾ 2021 എക്സാമിന് ബാധിച്ചു. പിന്നെ അടുത്ത വർഷം വീണ്ടും കോൺഫിഡൻസ്. അപ്പോൾ എനിക്ക് തോന്നി നമ്മൾ ധൈര്യത്തോടെ എഴുതാൻ പോയാൽ പ്രിലിംസ് കിട്ടും, നമ്മൾ വർക്ക് ചെയ്തിട്ട് ധൈര്യവും കൂടെ ഉണ്ടെങ്കിൽ മെയിൻസ് കിട്ടും. അപ്പോൾ കോൺഫിഡൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ് എനിക്ക് തോന്നി. ഞാൻ കോൺഫിഡൻസ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ക്ലിയർ ചെയ്യുമെന്നുള്ളൊരു തോന്നലായിരുന്നു ഇത്തവണ ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് കോൺഫിഡൻസ് എനിക്ക് എപ്പോഴും കൗതുകമുള്ളൊരു കാര്യം അതുകൊണ്ട് ചോദിക്കുന്നത് ജെന്യുവൻലി. കാരണം ഈ കോൺഫിഡൻസ് നമ്മൾ 2-3 തവണ പരാജയപ്പെടുമ്പോഴേക്കും അതങ്ങ് ഡിമ്മാവില്ലേ? അപ്പോൾ എങ്ങനെ അത് റീറ്റെയിൻ ചെയ്ത് കൊണ്ടിരുന്നത്? എന്ത് സെൽഫ് അഫർമേഷൻ പറഞ്ഞുകൊണ്ടിരുന്നത്? അത് ഞാൻ എൻ്റെ കോളേജ് കാലത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ക്വിസ് മത്സരങ്ങൾ നമ്മൾ തോറ്റു കഴിഞ്ഞാലും അടുത്ത വർഷം ജയിക്കാം, നമുക്ക് അടുത്ത തവണ പഠിക്കാം എന്നുള്ള രീതിയിൽ പോകും. പക്ഷേ ഗ്രാജുവേഷനിൽ ആദ്യത്തെ 4 സെം എനിക്ക് കുഴപ്പമില്ലാത്ത മാർക്കൊക്കെ മേടിച്ചു. അപ്പോൾ അവസാന വർഷം എനിക്ക് 6 സപ്ലി. അപ്പോൾ ഞാനിത് പറയുമ്പം ആരും വിശ്വസിക്കുന്നില്ല. കാരണം ഒരു UPSC ക്ലിയർ ചെയ്ത ഒരാൾക്ക് ഇത്രയും സപ്ലി ഒന്നും വരില്ല. അത് അവസാന വർഷം, അതൊരു ഗ്രാജുവേഷൻ കോഴ്സിന് പോലും ഇത്രയും സപ്ലി വേണ്ട ഒരാളെ ക്ലിയർ ചെയ്യുമ്പോൾ. അപ്പോൾ 6 സപ്ലി എനിക്ക് വരുന്നു. അപ്പം എൻ്റെ പേടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്ര നാൾ കോളേജിൽ പോയിട്ട് 6 സപ്ലി ആയിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരും. അപ്പം ഒരു ഗ്രാജുവേഷൻ പോലും കയ്യില്ലാതിരിക്കുമോ, സാധനം ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് പോലും കയ്യിലില്ലാതിരിക്കുമോ എന്നൊക്കെ ഉണ്ടായി. പക്ഷെ അപ്പം ഞാൻ ഓർത്ത്, അതായത് കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ അത് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ തോൽവികൾ എനിക്ക് നേരത്തെ തൊട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊരു പുതുമയല്ല. ഒരു തോൽവി വന്നാലും അത് ഡീൽ ചെയ്യാൻ ഞാൻ വളരെ നേരത്തെ പഠിച്ചു. അതുകൊണ്ട് എനിക്കൊരു പരാജയം വന്നാലും ഒരു 1-2 ദിവസത്തിനുള്ളത് എനിക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, തോറ്റു കഴിഞ്ഞാലും വീണ്ടും ജയിക്കാൻ പറ്റും എന്നുള്ള വിശ്വാസം. അത് ഒരുപാട് പരാജയങ്ങളിൽ നിന്ന് കിട്ടിയൊരു വിശ്വാസമാണ്. ഓക്കെ, അപ്പം ഈ സ്കൂൾ തലത്തിൽ തന്നെ ഒരു വലിയ പഠിക്കുന്ന ഒരാളൊന്നും അല്ല? ഒരിക്കലും അല്ല. വളരെ ആവറേജ് ആയിരുന്നു. ഞാനൊരു എബവ് ആവറേജ് ആണ്. പക്ഷേ എനിക്ക് സ്കൂളിൽ പോപ്പുലർ ആയിരുന്നു, കാരണം ഞാൻ ഒത്തിരി ക്വിസ് മത്സരങ്ങളിൽ വിജയിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളെ ക്വിസ് ജയിച്ച ഇവൻ അടുത്ത IAS കാരനായി എന്നുള്ളൊരു തോട്ട്. അപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ അത് എൻ്റെ ഇൻജെക്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് അറിയില്ലെങ്കിലും അങ്ങനെ തന്നിട്ടുണ്ട്. ഓക്കെ, ക്വിസിങ്ങിലേക്കുള്ള അത് എനിക്ക് തോന്നുന്നു പ്രിലിംസിനും മറ്റ് പരീക്ഷകളൊക്കെ കയറുന്നതിനൊക്കെ എളുപ്പം അല്ലേ? ചെറുപ്പത്തിൽ ക്വിസിങ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ ക്വിസിങ്ങിലേക്ക് എങ്ങനെ ഒരു ഇൻട്രഡക്ഷൻ കിട്ടി? ക്വിസിന് ഞാൻ LP പഠിച്ച സ്കൂളിൽ ഒരു സ്കോളർഷിപ്പ് എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ജനറൽ നോളജാണ് വിഷയമായിട്ട് വരുന്നത്. അപ്പം അതിന് വേണ്ടിയാണ് പഠിച്ചു തുടങ്ങുന്നത്. പക്ഷേ പോകെ നമ്മൾ ഇടയ്ക്കൊക്കെ ക്വിസ് മത്സരം ഒരു 100 രൂപ ക്യാഷ് പ്രൈസ് കിട്ടും. അപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത് +2 വെച്ച് ഒരു ക്വിസിൽ സ്റ്റേറ്റിൽ വിന്നറായി. അപ്പോൾ അതിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് ഒരു ലാപ്ടോപ്പ് ഉണ്ട്. സമ്മാനം തന്നത് മോഹൻലാലാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു അച്ചീവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സെൽഫ് ബിലീവ്. അത് നമ്മൾ തോൽപ്പിക്കുന്നത് ഒരുപാട് അടിപൊളിയായിട്ടുള്ള ടീംസിനെയാണ്. നമുക്കൊരു സാധ്യതയില്ലാഞ്ഞ കാലത്താണെന്ന് ആലപ്പുഴയിൽ നിന്ന് ഒരു ടീം വന്ന് ജയിക്കുന്നത്. അപ്പോൾ അതിനുശേഷം കംപ്ലീറ്റ്ലി മാറി. അപ്പോൾ ക്വിസ് സംതിങ് ഡിഫറെൻറ്റ്. ഇതുകൊണ്ട് നമുക്ക് വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, ഈ മത്സരം ജയിച്ച ശേഷം ഞങ്ങളുടെ കോളേജിലുണ്ടായിരുന്ന ലാബ് അസിസ്റ്റൻ്റ് ചേട്ടൻ ഒരു പോസ്റ്റ് ഇടുന്നത് എങ്ങനെയാണ്, അതിലെ കമൻറ്റ് ഇതാണ്: ഹി വിൽ ബി എ ഫ്യൂച്ചർ UPSC റാങ്ക് ഹോൾഡർ. അപ്പോൾ റീസെൻ്റ് ആയിട്ടാണ് ഒരാൾ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ക്വിസ് വലിയ തോതിൽ കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വണ്ടർഫുൾ. പക്ഷെ മെയിൻസ് ഒരു ഡിഫറെൻറ്റ് ഗെയിമാണ്. അതെ, അതിലാണ് പലപ്പോഴും ഒരു ധൈര്യക്കുറവ് ചിലപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ അതിലേ ഉണ്ടാവുള്ളൂ. മെയിൻസിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയായിരുന്നു, പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? ആൻസർ റൈറ്റിങ്ങിലേക്ക് നമുക്ക് വരാം. മെയിൻസിൻ്റെ കണ്ടന്റ് പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു വർക്ക്ഔട്ട് ചെയ്തത്? കണ്ടന്റ് ഞാൻ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ റിലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോട്ട് മേക്ക് ചെയ്യില്ലായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു 2020 സാറിനടുത്ത് ഞാൻ വന്ന് ചോദിച്ചു, സാർ ഞാൻ നോട്ട് മേക്ക് ചെയ്യുന്നില്ല, അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സാറ് പറഞ്ഞു, പഠിക്കുക, റിവൈസ് ചെയ്യുക, അവസാനം എത്തുന്ന ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രം നോട്ട് ചെയ്താൽ മതി, അതത്ര റിലേ ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതലും സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകൾ റിവൈസ് ചെയ്യുക എന്നാണ് ചെയ്തിരുന്നത്. പിന്നെ അത് എഴുതി നോക്കും. ഏതൊരു കാര്യം പഠിച്ചാലും എഴുതി നോക്കും. പത്രത്തിലൊരു ഇൻഫർമേഷൻ കണ്ടു കഴിഞ്ഞാൽ അതിൽ കീവേഡ്സ് ഒക്കെ എടുത്ത് മനസ്സിൽ വയ്ക്കും, അല്ലെങ്കിൽ അത് നോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് മെയിൻസ് പ്രിപ്പറേഷൻ പോയത്. അപ്പം എനിക്ക് തോന്നുന്നൊരു കോൺസ്റ്റൻ്റ്ലി ഒരു 2-3 മന്ത് നമ്മളിത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ മെയിൻസിലൊരു നമുക്കത് മാർക്കിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യൂ. അതോടൊപ്പം തന്നെ ഈ മെയിൻസിൽ ആൻസർ റൈറ്റിങ്ങിൽ വൈശാഖിൻ്റെ ആൻസർ എനിക്ക് കണ്ടതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് മൂന്നാമത്തെ അറ്റംപ്റ്റിൽ വന്നപ്പോഴും കുറച്ച് എക്സ്പ്ലനേറ്ററി ആവുന്നതും ഒക്കെ പോയിന്റുകൾ റിപ്പീറ്റഡ് ആവുന്നതും ഒക്കെയുള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയ ഒരു പ്രയാസം, ബുദ്ധിമുട്ട് തോന്നിയ മാറ്റം എന്തായിരുന്നു? ഇത് ചെയ്യണം, പക്ഷെ എനിക്കത് ഇതെടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെ എന്തെങ്കിലും തോന്നിയോ ആൻസർ റൈറ്റിംഗ് ഇമ്പ്രൂവ് ചെയ്ത്? എനിക്കത് GS3-ലും GS4-ലാണ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തത്. GS3-ൽ ഞാൻ എക്സാംസ് അധികം കോട്ട് ചെയ്യുന്നില്ല. അപ്പം ഞാനൊരു പോയിന്റ് എഴുതി കഴിഞ്ഞാൽ ഒറ്റ പോയിന്റിൽ തന്നെ ഒരു വലിയ എസ്സേ പോലെ എഴുതി വയ്ക്കും. അപ്പം ഡൈവേഴ്സ് പോയിന്റ് ഇല്ല. അപ്പം ഡൈവേഴ്സ് ആയിട്ടുള്ള പോയിന്റ്സ് വരാത്തത് വളരെ, അപ്പം ഞാനത് പർപ്പസ്ഫുള്ളി ട്രൈ ചെയ്യാൻ തുടങ്ങി. അതിലേക്ക് ഡൈവേഴ്സ് പോയിന്റ്സ് കൊണ്ടുവരാനും മറ്റും നോക്കി. അപ്പോൾ അതൊരു മാറ്റം വന്നു. പിന്നെ വന്നത് എത്തിക്സിൻ്റെ ആൻസർ റൈറ്റിംഗ് ഉണ്ടായ മാറ്റമാണ്. എത്തിക്സിലൊരു ബ്രോഡ് വേയിൽ ചിന്തിക്കാൻ തുടങ്ങുന്നത് ഈ ഒരു 2024-ലാണ്. അതിനു മുമ്പ് അങ്ങനെ ഒരു രീതിയില്ല. ഒരു ചോദ്യം കിട്ടി, ഒറ്റയടിക്ക് ഉത്തരം എഴുതുക, അതിന് പുറത്തൊരു ചിന്തയില്ല. ഞാൻ എഴുതുന്നതെന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ കണ്ടു, തോന്നിയ ദിവസം എഴുതി വയ്ക്കുക. അപ്പോൾ അതിന് പുറത്തേക്കൊരു ഒബ്സർവേഷനും നമ്മുടെ ഒരു ലൈവബിൾ ആയിട്ടുള്ള എക്സാമ്പിൾസും കൊണ്ടുവരുന്നത് ഈ വർഷമാണ് ചെയ്തത്. അപ്പോൾ അതൊരു വലിയ മാറ്റമായി തോന്നി. ഓക്കെ. ഈ 3 തവണ മെയിൻസ് ക്ലിയറിൽ ഉണ്ടായിരുന്നല്ലോ. അതെ. അപ്പം എനിക്ക് തോന്നുന്നു വൈശാഖിന് കറക്റ്റ് അറിയാം മെയിൻസ് ക്ലിയർ എങ്ങനെ ഇവോൾവ് ചെയ്യുന്നതെന്നുള്ളത്. അതെ. സോ എനിക്ക് തോന്നുന്നു അതിനെക്കുറിച്ചൊരു ഹോണസ്റ്റ് റിവ്യൂ പറയാൻ പറ്റുന്ന ഒരാളും വൈശാഖിന് ഉണ്ടാവുള്ളൂ. എന്ത് തോന്നുന്നു, എങ്ങനെയാണ് ഓരോ വർഷവും അത് ഈ വർഷത്തെ മെയിൻസ് ക്ലിയറിലേക്ക് എത്തിയപ്പോൾ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് അത് ബെനിഫിറ്റ് ആയത്? മെയിൻസ് ക്ലിയറിലേക്ക് വരുമ്പം എനിക്കൊന്ന് ആദ്യത്തെ മെയിൻസ് ക്ലിയറോട്ട് അവസാനത്തെ ഈ 5ാമത്തെ മെയിൻസ് ക്ലിയർ മീൻസ് കണ്ട ഒരാളാണ് ഞാൻ. അപ്പോൾ ആദ്യത്തെ മെയിൻസ് ക്ലിയറിലെ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ കോവിഡിൻ്റെ ഇഷ്യൂ ആണ്. അപ്പോൾ നമുക്ക് മെൻറ്റേഴ്സിനെ കാണാൻ സമയമില്ല, നമ്മുടെ പേപ്പർ വാലുവേറ്റ് ചെയ്ത് അയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അന്ന് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടൂള് ഉണ്ടായിരുന്നു ഇവിടെ, നമ്മുടെ ഓൺ സ്ക്രീൻ വാല്യുവേഷൻ. പക്ഷേ അത് ഞാൻ വേറെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു സംഭവം. അന്ന് അതെനിക്കൊരു പുതുമയായിരുന്നു. അപ്പം ഞാൻ അത് കണ്ടപ്പോഴേക്കും അന്ന് എൻ്റെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരാൾ സിവിൽ സർവീസ് ക്ലിയർ ചെയ്തിരുന്നു. അപ്പോൾ അയാളുടെ ഗ്രൂപ്പിലിരിക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആ വ്യക്തിയുടെ ആൻസർ ചെയ്യുന്നത്, അപ്പം നമുക്കൊരു കമ്പാരിറ്റീവ് കാര്യം മനസ്സിലായി. അപ്പോൾ പിന്നെ നമുക്കൊരു വലിയൊരു അടുത്ത വർഷത്തിലേക്ക് എത്തിയപ്പം നമ്മുടെ മെൻറ്റർ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ 5-6 പേരാണ്. അപ്പോൾ നമുക്ക് ഒരു ടോപ്പറിനെയാണ് നമുക്ക് മെൻറ്ററായിട്ട് അലോട്ട് ചെയ്തത്. അപ്പോൾ ആ വർഷം ടോപ്പറിൻ്റെ സ്ട്രാറ്റജി നമുക്ക് നേരിട്ട് ചോദിച്ച് ആളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. പിന്നെ വന്ന ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തത് നമ്മുടെ മെൻറ്റർഷിപ്പ് സെഷൻസിൽ പിന്നെ പേപ്പർ ഒരു സെൻട്രൽ ടീം നോക്കിയ ശേഷം, അപ്പോൾ മെൻറ്ററിൻ്റെ ഒരു ബയാസ്നെസ് ഒഴിവാക്കാൻ പറ്റും. ചിലപ്പോൾ ഒരു മെൻറ്റർ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഫേവററ്റ് കാൻഡിഡേറ്റിന് കൂടുതൽ മാർക്കുള്ള സാധ്യതയും. അപ്പോൾ ഒരു സെൻട്രൽ ടീം നോക്കി നമുക്ക് അയച്ച് തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒരു റിലയബിൾ ആയിട്ടുള്ള മാർക്ക്. കാരണം എനിക്ക് ഇവിടെ GS1 GS2 കിട്ടിയ ഏകദേശം സെയിം മാർക്കാണ് എനിക്ക് മെയിൻസിലേക്ക് കിട്ടിയത്. കാരണം എത്തിക്സ് മാത്രമാണ് ഒരു 10 മാർക്ക് കൂട്ടി, ബാക്കി എല്ലാത്തിനും ഇവിടെ കിട്ടിയ സെയിം മാർക്കാണ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന സ്കോറും നമുക്ക് കൂടുതൽ ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്ന് ടെസ്റ്റ് എഴുതുമ്പോൾ ഒരു വേറെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഒരുപാട് കാൻഡിഡേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ശരിക്കും മെയിൻസ് എഴുതുന്ന ഒരു ഫീലിംഗ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കോമ്പറ്റീറ്റീവ്നെസ് ശരിക്കും മനസ്സിലായി. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട കോമ്പറ്റീറ്റീവ്നെസ് ആണ്. നമുക്കൊരു UPSC എക്സാം എഴുതുന്ന സമയത്തേക്ക് നമ്മളോട് കോമ്പീറ്റ് ചെയ്യുന്നവർ വളരെ ഹൈ ക്വാളിറ്റി ഉള്ളവരാണെന്നും അതും റിയലൈസ് ചെയ്യാനായിട്ട് എനിക്ക് മെയിൻസ് ക്ലിയർ സഹായിച്ചിട്ടുണ്ട്. ഓക്കെ. ഡെയിലി ആൻസർ റൈറ്റിംഗ് വരുമായിരുന്നു? അതെ. ഞാൻ 2022 ചെയ്തൊരു മിസ്റ്റേക്ക് അതായിരുന്നു. ഞാൻ ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യും. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഉത്തരം എഴുതാൻ പറ്റാത്തപ്പോഴേക്കും സ്കിപ്പ് ചെയ്യും. കാരണം ഒരു റീസൺ എന്ന് പറയുന്നത് ഫൈനലൊരു ആൻസർ ശരസാർ പറയുമ്പോഴേക്കും നമ്മുടെ ആൻസർ കൊള്ളില്ല. അപ്പോൾ ഇനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിമോട്ടിവേറ്റഡ് ആകും. ആ ഒരു കാരണം കൊണ്ടാണ് ചെയ്യാൻ. പക്ഷേ ഇത്തവണ ഞാൻ ഒരു ദിവസം പോലും വിട്ടിട്ടില്ല ഡെയിലി ആൻസർ റൈറ്റിംഗ്.
ഇൻ കേസ് ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ തന്നെ ഞാൻ റൂമിൽ ഇരുന്ന് ഞാൻ അത് എഴുതും, അതിൻ്റെ ഫുൾ വീഡിയോസ് കാണും. ഇൻ കേസ് ഒരു ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടായാലും ചെയ്യും. ഡെയിലി ആൻസർ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കാൻഡിഡേറ്റും മിസ്സാക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ഒരു ദിവസം കിട്ടുന്ന ഇൻപുട്ട് ഒരു 50 ദിവസത്തിന് ശേഷം വരുന്നത് ഒരു വലിയ വ്യത്യാസമാണ്. അതെൻ്റെ ഇത്തവണത്തെ മാർക്കിൽ വന്നിട്ടുള്ളതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂവിലേക്ക് വരാം. ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റേജിൽ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? ഞാൻ ഇൻ്റർവ്യൂ സ്റ്റേജിൽ നമുക്ക് പല സ്ഥലത്തായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇൻ്റർവ്യൂ ബൂട്ട് ക്യാമ്പിലും പാർട്ടിസിപ്പേറ്റ് ഉണ്ട്. അപ്പോൾ ഉണ്ണികൃഷ്ണ സാറായിരുന്നു ഇതിൻ്റെ ട്രെയിനിങ് ഒക്കെ തന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കണ്ട അൻഡു സാറിനെ തന്നെയായിരുന്നു. ഫസ്റ്റ് കണ്ടപ്പോഴേക്കും എനിക്ക് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് വെച്ചുള്ള കുറേ കാര്യങ്ങൾ ഇത് നന്നായിട്ട് നോക്കണം. പിന്നെ സാർ എനിക്ക് തന്നൊരു ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ പോയി സംസാരിക്കുക, അല്ലാതെ നമ്മൾ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് വെക്കുകയൊന്നും വേണ്ട. അപ്പം എക്സാക്ട്ലി പറഞ്ഞ പോലെയായിരുന്നു. അപ്പം ലീഡിൻ്റെ ഇൻ്റർവ്യൂ മോക്ക് ഇൻ്റർവ്യൂവിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ബോർഡ് ചെയർമാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെ ചെയ്യണം. അപ്പോൾ എക്സാക്ട്ലി സെയിം വേയിലാണ് UPSC ഇൻ്റർവ്യൂ പോയത്. ഒരു തരത്തിൽ നമ്മളെ ടെൻഷൻ അടിപ്പിക്കാതെ എന്തെങ്കിലും ചോദിക്കുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ പറയുക. എനിക്കൊന്ന് ഇൻ്റർവ്യൂവിനെ പറ്റി അധികം ആരും ബുദ്ധിമുട്ടണ്ട, നമ്മൾ എന്താണെന്നുള്ള കാര്യം അവിടെ ചെന്ന് പറയുക എന്നത് മാത്രമാണ്. ഒരു തരത്തിലുള്ള ടെൻഷൻ അടിപ്പിക്കുന്ന പരിപാടികളൊന്നുമില്ല. സിമ്പിളായ കുറച്ച് ചോദ്യങ്ങൾ നമ്മളതെങ്ങനെ അതിനോട് എക്സ്പ്രസ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് മാത്രമേ ഉള്ളൂ. അപ്പം എനിക്ക് തോന്നിയത് ഈ ബൂട്ട് ക്യാമ്പ് പോലെ ഡെയിലി ഡിസ്കഷൻസും കാര്യങ്ങളും, എനിക്കൊന്ന് മെയിൻസിൻ്റെ സമയത്തുണ്ടായിരുന്ന എസ്സേയുടെ ഡിസ്കഷനും എത്തിക്സിൻ്റെ ഡിസ്കഷനും ഉൾപ്പെടെ നമുക്ക് ഇൻ്റർവ്യൂവിൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ MLGയുടെ ഒരു ആക്റ്റീവ് പാർട്ടും കൂടെ ആയിരുന്നു വൈശാഖ്. അതെങ്ങനെ യൂസ്ഫുൾ ആയിരുന്നു മൈക്രോ ലേണിംഗ് ഗ്രൂപ്പ്? മൈക്രോ ലേണിംഗ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുത്തു പറയേണ്ട ഒരു പുതിയൊരു ഇനിഷ്യേറ്റീവ് ആയിരുന്നു. ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി. അപ്പോൾ നമ്മൾ ശരിക്കും മെൻറ്റേഴ്സിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഒപ്പം പഠിക്കുന്ന ആളുകളുടെ തോട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ ഹെൽപ്പ് ചെയ്ത ഒന്നാണ് നമ്മുടെ മൈക്രോ ലേണിംഗ് ക്ലാസ്സുകൾ, നമ്മുടെ MLG. അപ്പോൾ 5 പേരുടെ ഗ്രൂപ്പിലിരുന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ എനിക്കത് എത്തിക്സിൻ്റെ ആൻസറിൽ എനിക്കൊരു 23 മാർക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടി ഒരു 50 മാർക്ക് കഴിഞ്ഞ വർഷത്തെക്കാട്ടി കൂടിയിട്ടുണ്ട്. അതായത് നമ്മൾ ഒരു ഉത്തരം എഴുതുമ്പോഴേക്കും അതിൻ്റെ ഡിഫറെൻറ്റ് ആസ്പെക്റ്റ് പറ്റി ചിന്തിക്കും. അപ്പം നമ്മുടെ ചുറ്റിയിരിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതുമ്പോൾ 5 ഡിഫറെൻറ്റ് ഐഡിയാസാണ് നമുക്ക് കിട്ടുന്നത്. അത് എസ്സേ ആയാലും എത്തിക്സ് ആയാലും. സോ അത് റെഗുലർലി പങ്കെടുത്തത് കൊണ്ട് നമുക്കിപ്പോൾ എത്തിക്സ് എഴുതിയ സമയത്തേക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിരുന്നു. എസ്സേ എഴുതിയപ്പോൾ ഒരുപാട് ഡയമെൻഷൻസ് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ അത് ഇങ്ങനത്തെ പ്രോഗ്രാംസ്, വെൽ സ്ട്രക്ചർഡ് ആയിട്ടുള്ള പ്രോഗ്രാംസിൽ സ്ഥിരമായി പാർട്ടിസിപ്പേറ്റ് ചെയ്തതിൻ്റെ ഒരു ഗുണം അപ്പം എനിക്ക് ഇനി വരുന്ന കാൻഡിഡേറ്റ്സിനും പറയാനുള്ളത്, നിങ്ങളൊരു പ്രോഗ്രാം മിസ് ചെയ്ത് ഇത്തരത്തിലുള്ള ഓരോ പ്രോഗ്രാംസും നിങ്ങളുടെ ഓരോ മാർക്കിനെയും ബാധിക്കും എന്നുള്ള എനിക്ക് പറയുന്നു. ഗ്രേറ്റ്. ഇൻ്റർവ്യൂവിന് എന്തൊക്കെയാണ് ചോദിച്ചവർ? സോ ഇൻ്റർവ്യൂവിൽ ചെന്നപ്പോൾ തന്നെ ശരിക്കും ബേട്ട എന്ന് വിളിച്ചുകൊണ്ടാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്, ഇരിക്കാൻ പറയുന്നത്. അതിനുശേഷം എന്നോട് ഞാൻ മൂവി റിവ്യൂ ആണ് എൻ്റെ ഒരു ഹോബിയായി കൊടുത്തത്. അപ്പോൾ ഒരു മൂവി റിവ്യൂ ഞാൻ പറഞ്ഞു. ഞാൻ രേഖാചിത്രം എന്ന് പറഞ്ഞ മലയാളം മൂവിയാണ് റിവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അറിയില്ല. അതിനുശേഷം എന്നോട് ഞാൻ സ്റ്റോറി റൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോറി റൈറ്റിങ്ങിനെ പറ്റി ചോദിക്കുന്നു. അതിനുശേഷം പാരീസ് ക്ലൈമറ്റ് സമ്മിറ്റ്, അങ്ങനെ വളരെ ജനറൽ ആയിട്ടുള്ള നമ്മുടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, പിന്നെ എന്തുകൊണ്ട് ഫിസിക്സ് മാറി മലയാളം എടുത്തു. അപ്പോൾ അവർ തന്നെ ഉത്തരം പറഞ്ഞു, യു ആർ നോട്ട് ഗുഡ് ഇൻ ഫിസിക്സ്, സോ മലയാളം എടുത്ത് നല്ല ഡിസിഷൻ തന്നെയാണെന്നുള്ള രീതിയിൽ. അപ്പം അത്തരത്തിൽ എൻകറേജ് ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ ബോർഡായിരുന്നു. അപ്പം നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അപ്പം നമ്മളൊരു സ്റ്റേബിൾ മൈൻഡ് സെറ്റിൽ ഇരിക്കുക എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. ഓക്കെ, നമുക്ക് പ്രിപ്പറേഷൻ്റെ മറ്റ് ആസ്പെക്ട്സിലൂടെ വരാം. നോട്ട് മേക്കിംഗ് അതെങ്ങനെയാണ് ചെയ്തിരുന്നത്? ശരിക്കും ഞാനൊരു നോട്ട് അങ്ങനെ തയ്യാറാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് സാധാരണ പത്രം വായിക്കുമ്പോൾ അതിൽ അടയാളപ്പെടുത്തി അത് കുറച്ച് സ്ക്രീൻഷോട്ട് എടുത്ത് ടെലിഗ്രാമിൽ ഇടാറുണ്ട്. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് നോട്ട് മേക്കിംഗ് ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ മെയിൻസിൻ്റെ സമയത്ത് ചെയ്യാറുണ്ട്. ഒരുപാട് റിപ്പീറ്റഡ് റിവിഷന് ശേഷം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം മാറ്റി എഴുതി വയ്ക്കും. ഇപ്പം GS1 വേണ്ടി എനിക്ക് 2-3 പേജസിൽ ഒരു മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാ GS പേപ്പേഴ്സിനും അങ്ങനെ 2-3 മെറ്റീരിയൽസ് ഉണ്ടായിരുന്നു. പിന്നെ മലയാളത്തിൻ്റെ നോട്ട് മേക്കിങ്ങിൽ മാത്രം ഞാൻ കുറച്ച് കവിതകളൊക്കെ എഴുതി വെച്ച് ഭിത്തിയിലൊക്കെ ഒട്ടിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യുക. അപ്പം ഒരു പ്രോപ്പർ നോട്ട് എൻ്റെ കയ്യിൽ പഠിക്കാനില്ലായിരുന്നു. ഓക്കെ, കറണ്ട് അഫയേഴ്സ് പ്രിപ്പറേഷനോ? കറണ്ട് അഫയേഴ്സ് ഞാൻ പത്രം കൃത്യമായിട്ട് വായിക്കും. പിന്നെ എനിക്ക് മെയിൻസിൻ്റെ സമയത്ത് നമ്മൾ ചെയ്ത ഒരു 10-20 ക്ലാസ് ഉണ്ട്. അപ്പം ഞാൻ വായിച്ച വാർത്തകൾ ഒന്നുകൂടെ റീകളക്ട് ചെയ്യാൻ എനിക്ക് ഹെൽപ്ഫുള്ളായി. ഓരോ പ്രോഗ്രാംസും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ആസ്പിരൻസിന് എന്താണ് വേണ്ടത് ആ സമയത്ത് വേണ്ടത്, അപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോഴേക്കും ദേ വരുന്നു അടുത്ത കറണ്ട് അഫയേഴ്സ് പ്രോഗ്രാം. അപ്പം നമ്മൾ ഫസ്റ്റ് മെയിൻ സ്കില്ലറിലായിരുന്നു നമ്മൾ പേപ്പർ വായിക്കുന്ന മൈക്രോ ക്ലാസ്സസ് വരുന്നത്. അതിനുശേഷം പത്രം വായന നന്നായിട്ട് എഫക്റ്റീവായി. അത് നമ്മളൊരു 30-35 മിനിറ്റ്സ് എടുത്താൽ പോലും നമ്മുടെ പത്രത്തിലെ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് പോർഷൻസ് വായിച്ചെടുക്കാൻ പറ്റി. അപ്പം കറണ്ട് അഫയേഴ്സ് അത്യാവശ്യം പത്രം വായിച്ച് ഓക്കെ ആയിരുന്നു. പക്ഷേ അവസാനം എത്തിയ കറണ്ട് അഫയേഴ്സ് ക്ലാസ് കൂടെ ആയപ്പോഴേക്കും ഐ എം ഓക്കെ, നമുക്ക് എന്ത് വന്നാലും പോയി ഒന്ന് പൊരുതി നോക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഒരു ടൈമിൽ ഭയങ്കര ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയ. അതെങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്? ശരിക്കും എനിക്കത് വലിയൊരു ബുദ്ധിമുട്ടാണ്. കാരണം ഞാനൊരു മീം മേക്കിംഗ് കൂടെ ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ജോലിയിൽ ഇരുന്ന സമയത്തേക്ക് എനിക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ ഇനി ചെയ്യുകയാണെങ്കിൽ പ്രിപ്പറേഷൻ ഉപേക്ഷിക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഒത്തിരി സമയം നമുക്ക് കൺസ്യൂം ചെയ്യുന്നു, ഡാറ്റയ്ക്ക് പുറത്ത് ഡാറ്റ വരുന്നതനുസരിച്ചുള്ള. അപ്പോൾ ഞാൻ ചെയ്തത് മനസ്സിലോടെ ആണെങ്കിലും ഞാനത് ഡിസേബിൾ ചെയ്തു.
ഒരു ആദ്യത്തെ കുറച്ച് നാളെ പ്രശ്നം ഉണ്ടായിരുന്നു. ഉം. പിന്നെ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്യട്ടെ വാട്സാപ്പും ഫേസ്ബുക്കിലേക്ക് വരുമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്ലിയർ ചെയ്ത ഉടനെ തന്നെ ഞാൻ ഫേസ്ബുക്ക് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് അത് ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഓക്കെ. അപ്പോൾ ഈ ക്വിസ് മത്സരങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുമ്പോൾ ഈ സോഷ്യൽ മീഡിയ അത്യാവശ്യമല്ലേ? ആ, റീച്ച് ഔട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതെ. അത് വലിയൊരു കമ്പോണൻ്റ് ആണ്. പക്ഷെ അത് ഞാൻ ചെയ്യുന്നില്ലായിരുന്നു. ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം ഞാൻ ചെയ്യുന്നത് ഞങ്ങൾക്ക് അതിന് വേണ്ടി ഒരു ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ചെയ്ത ശേഷം അതിലേക്ക് നമ്മുടെ മറ്റു കൂട്ടുകാരെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഞാൻ ആ പോസ്റ്റുകളൊന്നും കണ്ടിട്ടില്ല. എന്നെപ്പറ്റി ആളുകളിട്ട പോസ്റ്റുകൾ വരെ ഞാൻ റീസെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം ഒരു വലിയ എന്ന് വെച്ചാൽ വീണ്ടും ഒരു പഴയ ലോകത്തിലേക്ക് തിരിച്ചു വന്നൊരു ഫീലിംഗ് ആയിരുന്നു വീണ്ടും ഫേസ്ബുക്കിലേക്ക് എത്തിയപ്പോൾ. ഓക്കെ. പ്രിപ്പറേഷൻ എല്ലാവരും ചെയ്യുന്ന കുറേ റെഗുലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഫൗണ്ടേഷൻ ബുക്ക് വായിക്കുക, കുറച്ച് നോട്ട് ഉണ്ടാക്കുക, പത്രം വായിക്കുക. അതല്ലാണ്ട് വൈശാഖിന് തോന്നുന്നുണ്ടോ എന്തെങ്കിലും ഒരു എക്സ്ട്രാ എഡ്ജ് എനിക്ക് കിട്ടിയ എന്തെങ്കിലും മറ്റാരും ചെയ്യാത്ത ഒരു അൺകോമൺ രീതി ഞാൻ പഠിക്കുന്നതിൽ ചെയ്തു എന്നുള്ളത്? ഞാൻ ശരിക്കും ഒരു യൂഷ്വൽ ടിപ്പിക്കൽ വെയിലാണ് UPSC പോകുന്നത്. പക്ഷേ ചില സമയത്ത് നോട്ട് മേക്കിങ്ങിൽ കൊണ്ടുവരുന്ന ചില വ്യത്യാസങ്ങൾ ഇപ്പം എഡിറ്റോറിൽ വായിച്ചിട്ട് ആ പോയിന്റ്സ് എടുത്ത് മാറ്റി എഴുതിയ ശേഷം ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പത്രം വായിച്ച് 7 ദിവസത്തെ പത്രം മാറ്റി വയ്ക്കും. അവിടെ ആ 7 ദിവസത്തെ പത്രം റിവൈസ് ചെയ്യാൻ 1 ദിവസം കൂടെ എടുക്കും. അപ്പോൾ കറണ്ട് അഫയേഴ്സും സ്റ്റാറ്റിക് പോർഷൻസ് ഞാൻ അങ്ങനെ കവർ ചെയ്യും. അപ്പം ഒത്തിരി ടൈം കൺസ്യൂമിങ് ആണെങ്കിലും ഞാനത് വർക്കൗട്ട് ചെയ്യും. കാരണം അപ്പോൾ എനിക്കത് പ്രിലിംസിൽ ബെനിഫിഷ്യലായി. അപ്പോൾ ഞാൻ ചെയ്യുന്നത് 7 ദിവസത്തെ വാർത്ത എടുത്ത ശേഷം അതിൽ നിന്ന് ക്വിസിന് വേണ്ടി ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യും. അപ്പം എനിക്ക് അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഇത്തവണ പ്രിലിംസിൽ കിട്ടി. അപ്പം അങ്ങനെയും ബെനിഫിഷ്യൽ ആവുന്നുണ്ട്. പ്രിലിംസിന് കണ്ടന്റ് ആണോ ലോജിക്കാണോ വലുത്? ഒബ്വിയസ്ലി ലോജിക്കാണ്. ഓക്കെ. കാരണം കണ്ടന്റ് ആണെങ്കിൽ ഞാൻ എല്ലാ വർഷവും ക്ലിയർ ചെയ്യുമായിരുന്നു. ഓക്കെ. കാരണം അത്യാവശ്യം കണ്ടന്റ് കാര്യം പഠിച്ചു. പക്ഷെ എപ്പോഴും കോൺഫിഡൻസ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്യാം. എനിക്കൊരു 10-11 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പം മുഴുവൻ പഠിച്ചിട്ട് എഴുതാൻ ഒരു ആസ്പിറൻസ് ഇരിക്കരുത്. നിങ്ങൾക്ക് ലോജിക്ക് വെച്ച് ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് വേണ്ടത് ബേസിക് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്ക് 1-2 തവണ റിവൈസ് ചെയ്യുക. അതിനുശേഷം ആ കോൺഫിഡൻസ് ഉപയോഗിച്ച് നമ്മുടെ മനസ്സിലുള്ള രീതി ഉപയോഗിച്ച് അങ്ങ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ. ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ്റെ ഒരു സക്സസ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്കൂൾ തലത്തിൽ തൊട്ട് നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള കുറേ ഹാബിറ്റ്സിൻ്റെയും സ്കിൽ സെറ്റിൻ്റെ ഒക്കെ ഒരു പാർട്ടാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ടോപ്പേഴ്സ് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ അത് പലപ്പോഴും അക്നോളജ് ചെയ്യില്ല. പിന്നെ അതുകൊണ്ട് ബോധപൂർവ്വം എല്ലാവരോടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, എന്തൊക്കെയാണ് സ്കൂളിൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ വിച്ച് ആക്ച്വലി ബെനിഫിറ്റഡ് യു ഇൻ ദിസ് പ്രിപ്പറേഷൻ? ബേസിക്കലി ക്വിസിങ് ആക്ടിവിറ്റിയും കോമ്പറ്റീഷൻ കാര്യങ്ങളിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ചെയ്തിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ തെറ്റ് വരുത്തിയാൽ അടുത്ത പ്രാവശ്യം അത് തിരുത്തും. ഇൻ കേസ് എനിക്ക് കിട്ടുന്ന സജഷൻ ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും ഐ വിൽ ആക്സെപ്റ്റ് ഇറ്റ്. അത് ആ ഒരു ഹാബിറ്റ് ഞാൻ സ്കൂൾ കാലം തൊട്ട് തന്നെ ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ LKG മുതൽ പഠിച്ച സ്കൂൾ അധ്യാപകർ എന്നെ വിളിച്ചിട്ടുണ്ട്. അതായത് ഈച്ച് ആൻഡ് എവരി വൺ അത് ഞാൻ എക്സാജറേറ്റ് ചെയ്യുന്നതല്ല, പഠിപ്പിച്ച LKG മുതൽ എന്നെ കോളേജ് വരെ പഠിപ്പിച്ച എല്ലാ അധ്യാപകരുടെ അടുത്തേക്കും ഇപ്പോഴും റീച്ച് ഔട്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. അവരുടെ കുട്ടികൾക്ക് കോമ്പറ്റീഷൻസുമായിട്ട് ബേസ്. അപ്പം അന്ന് തൊട്ട് തരുന്ന എല്ലാ ഉപദേശങ്ങളും ഞാൻ അതേപടി സ്വീകരിക്കാറുണ്ട്. അപ്പം ഞാൻ കണ്ടൊരു കാര്യമാണ്, മിനിസ്റ്റർ ഇട്ട പോസ്റ്റിൽ എന്നെ +2 പഠിച്ചൊരു അധ്യാപകൻ കമൻറ്റ് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ അവനിങ്ങനെ ചെയ്യും. അതായത് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. ഇപ്പോൾ വളരെ നെഗറ്റീവായിട്ട് ഒരു ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, കാരണം നിന്നെ കൊണ്ട് ക്വിസ് അല്ല വേറൊരു പണി നടക്കത്തില്ല. അപ്പോൾ നീ അത് എന്നോട് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. അപ്പം അതിൽ നന്നായിട്ട് നീ ഷൈൻ ചെയ്യണം, അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അപ്പോൾ നമ്മളോടൊരു നെഗറ്റീവ് ആരെന്ന് പറഞ്ഞാലും അത് അക്സെപ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ അത് സ്കൂൾ കാലം തൊട്ട് തന്നെ ഒന്ന് ബിൽഡ് ചെയ്തെടുത്തൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പരാജയപ്പെട്ടിരിക്കുമ്പോഴായിരിക്കും ഉപദേശം കേൾക്കാൻ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. പക്ഷെ ഞാൻ ആ സമയത്തും അതിനുവേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ക്യാരക്ടർ ബിൽഡിങ് സ്കൂൾ കാലഘട്ടത്തിൽ ഉണ്ട്. പിന്നെ പഠിച്ച സ്കൂളുകളിലെല്ലാം നല്ല ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. നമുക്കൊരിക്കലും മാറ്റി നിർത്തപ്പെട്ട ആളല്ല. അപ്പം ഞാൻ ശരിക്കും ഒരു ഇൻട്രോവേർട്ടാണ്. സാറിന് അറിയാമായിരിക്കും, ഞാൻ ഇവിടെ വന്നാലും ആകെ സംസാരിക്കുന്ന സാറിൻ്റെ അടുത്ത് മാത്രമാണ്. അപ്പോൾ എനിക്ക് സാർ ഉള്ളതുകൊണ്ടായിരിക്കും ഞാൻ ഇത്രയും കംഫർട്ടബിളായിട്ട് സംസാരിക്കുന്നത് തന്നെ. അപ്പം ആ ക്യാരക്ടർ ഉണ്ടായിട്ടും നമ്മളെ മുന്നിലേക്ക് വലിച്ചെടുത്താൻ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ലക്കിന് എത്രമാത്രം പെർസെൻറ്റേജ് ഉണ്ട് ഈ സക്സസ്സിൽ? ലക്ക് ഫേവേഴ്സ് ദ ബ്രേവസ്റ്റ് എന്നായിരിക്കും ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ലക്ക് നമ്മളെ സഹായിക്കണമെങ്കിൽ തന്നെ നമ്മളതിലൊരു എഫർട്ട് എടുക്കണം. ഇപ്പോൾ എനിക്ക് ലക്കാണെന്ന് പറയുമെങ്കിൽ തന്നെ ഞാൻ എടുത്തൊരു വലിയ റിസ്ക് ആണത്. എനിക്ക് ഒരുപാട് ജോലി ഇതിനിടയ്ക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് PSC എക്സാം എഴുതുന്നു, റാങ്ക് ലിസ്റ്റ് വരുന്നു. ഞാൻ ആ ജോലിയിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ അത് ഞാൻ എടുക്കുന്നൊരു വലിയ റിസ്ക്കാണ്. അപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ലക്കിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നു വിശ്വാസം വലിയൊരു ഫാക്ടറാണ് ഇതിൽ. നമ്മൾ പൂർണ്ണമായി ലക്കിനൊരു ഫാക്ടർ ഉണ്ടെങ്കിൽ തന്നെയും വിശ്വാസത്തിനപ്പുറത്തേക്ക് ഞാനൊരു 85% നമ്മുടെ വർക്കിനും ഒരു 5% മാത്രമാണ് ഒരു നമ്മുടെ ലക്കിന് കൊടുക്കുന്നത്. 85% നമ്മുടെ കയ്യിലായിരിക്കുന്നത്, 10% സപ്പോർട്ട് സിസ്റ്റത്തിനും. അതെ. ഈ സപ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് റെഫർ ചെയ്തുകൊണ്ട് എന്തായിരുന്നു ഒരു സപ്പോർട്ട് സിസ്റ്റം?
സാർ അത് വളരെ വലിയ തോതിൽ അതൊരു ഭയങ്കര ലക്കിലി കിട്ടുന്ന ഒരു സംഭവമാണ് സപ്പോർട്ട് സിസ്റ്റം. പിന്നെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ നിന്നൊരു സാധാരണ പയ്യനെ സിവിൽ സർവീസിൽ എത്തിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു. ഫീസ് അടയ്ക്കാൻ ഓക്കെ മോൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം, വീട്ടിലാണെങ്കിൽ വീട്ടിലും എഴുതിക്കോ കുഴപ്പമില്ല, എത്ര വേണം എഴുതിക്കും, നമുക്ക് തോറ്റാലും നമുക്ക് എഴുതാം, നമുക്ക് ക്ലിയർ ചെയ്യാം എന്നുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം. പിന്നെ എൻ്റെ അനിയൻ്റെ കാര്യം എടുത്താൽ എല്ലാ എക്സാമിനും കൂടെ ഉണ്ട്. അപ്പം ഒരു പ്രിലിംസ് എക്സാം എടുത്ത സാറിന് അറിയാം 6 മണിക്കൂർ 5-6 മണിക്കൂർ നമ്മൾ അവർക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. മെയിൻസിൻ്റെ ഒരു 5-6 ദിവസം നിൽക്കണം, ഇൻ്റർവ്യൂവിനും ഉൾപ്പെടെ എൻ്റെ ബ്രദർ, അങ്ങനത്തെ ഒരു സപ്പോർട്ട് സിസ്റ്റം. പിന്നെ സ്കൂളുകളിൽ എത്തിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു സിവിൽ സർവീസ് നമ്പറൊക്കെ അങ്ങനെ അധ്യാപകർക്ക് എവിടെ നിന്നെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ട് വന്നു ഞാൻ ഇവിടുന്ന് കിട്ടി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുതരും. അത്തരത്തിലൊരു നാട്ടിലേക്ക് നോക്കിയാലും എല്ലാവർക്കും ഒരു ബാഡ്ലി നീഡഡ് ഒരു സിവിൽ സർവൻറ്റ്, അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്കാണ് പോയത്. അപ്പോൾ എല്ലാവർക്കും ഒരു സിവിൽ സർവൻറ്റിനെ വേണം എന്നൊരു തോട്ട് എനിക്ക് തോന്നി. അപ്പോൾ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഒരു തരത്തിലൊരു നെഗറ്റീവായി ആരും വന്നിട്ടില്ല. അപ്പോൾ എന്നോട് പലരും പറഞ്ഞ് വിക്രമാദിത്യനിലെ വീഡിയോ എടുത്തിട്ട് ദുൽഖർ IPS ആയി വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ ഒരു സാഹചര്യം ഇല്ല, അല്ലെങ്കിൽ ആരെങ്കിലും എന്നോട് നെഗറ്റീവായിട്ട് ചെയ്യുകയോ എനിക്കെതിരെ സംസാരിക്കുകയോ ചെയ്യണമായിരുന്നു. അങ്ങനെയൊന്നും ഇല്ല എനിക്ക്. ഓക്കെ. അതുപോലെ തന്നെ ഈ പുതിയ കാലഘട്ടത്തിൽ ഇപ്പം ChatGPT വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബാച്ച് കൂടിയാണ്. അതെ. എത്രമാത്രം അത് ഉപയോഗിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക്? ഞാൻ എത്തിക്സിനാണ് അത് ഉപയോഗിക്കുന്നത്. ശരിക്കും എത്തിക്സിന് ഒരു ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ് കിട്ടാനും എക്സാമ്പിൾസിന് വേണ്ടിയാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. ഞാൻ അധികമായിട്ട് ഉപയോഗിച്ചില്ല, കാരണം ഞാനൊരു ക്വിസർ കൂടെ ആയതുകൊണ്ടും അത് അധികമായി ഉപയോഗിച്ച് നമ്മുടെ ക്വിസിങ് സ്കില്ലും കാര്യങ്ങളും നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വളരെ ലിമിറ്റഡ് ആയിട്ട് എക്സാമ്പിൾസിനും വളരെ സ്പെസിഫിക് ആയിട്ട് GS3 വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ. ഈ ക്യൂസിങ് സ്കില്ലിൽ വീണ്ടും വീണ്ടും റെഫറൻസ് വരുന്നതുകൊണ്ടാണ് പറയുന്നത്. എന്താ ഈ ക്യൂസിങ് സ്കില്ല്? വാട്ട് ക്വാളിറ്റി ആണ് നമുക്ക് ഈ ഒരു ക്യൂസിങ്ങിലൂടെ നമുക്ക് വരുന്നത്? നമ്മൾ ചോദ്യം ചോദിക്കാനും ചോദ്യം തേടിപ്പോകാനുള്ളൊരു ആഗ്രഹമാണ് ക്വിസിങ് സ്കിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് മെയിൻസ് തോറ്റു, എന്തുകൊണ്ട് തോറ്റു, നമ്മളത് അനലൈസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിച്ചാലും നമ്മൾക്ക് അതിനൊരു റീസൺ നമ്മൾ അനലൈസ് ചെയ്യും, ഒരു പരാജയമുള്ള അനലൈസ് ചെയ്യും. അപ്പം എന്തിനോടൊരു ഇൻക്യൂസിവ് ബിഹേവിയർ ഉണ്ടാവും, എന്താണെന്ന് അങ്ങനെ സംഭവിച്ചത്. അപ്പോൾ നമുക്കതൊരു എന്താണ് സെൽഫ് ഇൻട്രോസ്പെക്ഷൻ സാധ്യമാക്കുന്നുണ്ട്, ഒരുപാട് മാറ്റം അങ്ങനെ കൊണ്ടുവരുന്നു. അപ്പം അതാണ് എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത്. ഓക്കെ. വായനയൊക്കെ ഒരുപാടുള്ള ആളാവും. ഈ ക്യൂസിങ്ങിന് വായന ഒത്തിരി വേണമെന്നുണ്ടോ? വായനയുടെ രീതിക്കൊരു മാറ്റമുണ്ട് സാർ. അതായത് ഒരുപക്ഷെ പത്രങ്ങളായിരിക്കും വായിക്കേണ്ടത്, പുസ്തകങ്ങളാണ് വായിക്കേണ്ടത്. അപ്പം വായനയുടെ രീതിക്ക് നമ്മൾ വായിക്കും. നമ്മളിപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ട് നടന്ന ആളല്ല. ഞാൻ ക്വിസിങ്ങിലേക്ക് കൂടുതൽ വന്നപ്പോഴേക്കും എൻ്റെ പുസ്തക വായന കുറയുകയാണ് ചെയ്തത്. ഞാൻ കൂടുതലും ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ബേസ്ഡും പിന്നെ സ്കൂൾ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഈ സിവിൽ സർവീസ് ഇപ്പം പ്രിലിംസ് എക്സാം വരെയാണ്, 1 മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഈ 1 മാസത്തിൽ എന്തൊക്കെ ചെയ്യണമെന്നാണ് വൈശാഖിന് തോന്നുന്നത്? വളരെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. ഈ 1 മാസത്തെ കോൺഫിഡൻസ് നമുക്ക് നന്നായിട്ട് PYQ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് ക്ലിയർ ചെയ്യാവുന്നുള്ളൂ. പ്രിലിംസ് അത്രയ്ക്കൊരു പ്രശ്നമല്ല. പ്രിലിംസ് പ്രശ്നമാകുന്നത് നമ്മൾ പ്രശ്നമൊന്ന് ചിന്തിക്കുമ്പോൾ മാത്രമാണ്. ഓക്കെ. ജസ്റ്റ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാം എന്ന് വിചാരിക്കുന്നവരുണ്ടാവും. ഓക്കെ. ആൻഡ് ഇതൊരു ലോങ് ജേർണിയാണ്. അപ്പോൾ അവരോടുള്ളൊരു മെസ്സേജ് എന്താ? മെസ്സേജ് കുറച്ചധികം ഉണ്ട്. ഒന്ന്, നിങ്ങൾക്കൊരു പ്ലാൻ ബി എന്തായാലും വേണം. പ്ലാൻ ബി ഇല്ലെങ്കിൽ നമുക്കതൊരു പക്ഷേ ഒരു വല്ലാത്തൊരു മെൻ്റൽ ട്രോമ തരാൻ സാധ്യതയുണ്ട്. ഇപ്പം ഞാനൊരു UPSC ഒരു എക്സാം ഫെയിൽഡ് ആയാലും ഞാൻ നേരെ ജോലിയിലേക്കാണ് പോകുന്നത്. എനിക്ക് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നില്ല. അപ്പം അങ്ങനെ അല്ലാതെ നേരെ വീട്ടിലേക്ക് പോകുന്ന ഒരാൾക്ക് വല്ലാത്തൊരു മെൻ്റൽ ട്രോമ, ചിലപ്പോൾ ഫാമിലിയിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നൊരു ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാകും. ഒരു പ്ലാൻ ബി വെക്കുക. പക്ഷേ പ്ലാൻ ബിയിൽ പോയി കഴിഞ്ഞാൽ പ്ലാൻ ബിയിൽ നിന്നുകൊണ്ട് പ്ലാൻ എ ഉപേക്ഷിക്കുന്ന ഒത്തിരി പേരുണ്ട്. അത് ചെയ്യാതിരിക്കുക, അതിനുള്ളൊരു മെൻ്റൽ സ്ട്രെങ്ത് ഉണ്ടാക്കുക. അപ്പം ഒരു പ്രോപ്പർ പ്ലാൻ വേണം. UPSC കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? UPSC കിട്ടിയില്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പ്ലാൻ ബി കയ്യിൽ വെക്കുക, എപ്പോഴും സ്ട്രോങ് ആയിട്ടിരിക്കുക. നമ്മളെ ഡിസപ്പോയിൻമെൻ്റ് ആക്കാനൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടാകും, അതിനോട് ചെവിക്കൊള്ളാതിരിക്കുക. എപ്പോഴും സ്വന്തമായിട്ട് സെൽഫ് ബിലീഫ് ചെയ്യുക. ഓക്കെ. ഒത്തിരി സന്തോഷമുള്ള നേട്ടം ലീഡ് IAS. കാരണം ലീഡ് IASൻ്റെ വളർച്ചയോടുകൂടെ തന്നെ വളർന്നു വന്ന ഒരാളാണ് വൈശാഖ്. ഓരോ തവണയും എനിക്ക് തോന്നുന്നു കീ ടേക്ക് അവേ ഫ്രം ദിസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എനിക്ക് സ്ട്രൈക്കിംഗ് ആയത് തെറ്റ് വന്നാൽ തിരുത്താനുള്ള ഒരു സന്നദ്ധതയാണ്. അതെന്തുകൊണ്ട് വന്നു എന്ന് അന്വേഷിക്കാൻ ഒരു ക്വിസിങ് മൈൻഡ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്ന മൈൻഡ് സെറ്റും ആറ്റിറ്റ്യൂഡുമാണ് വൈശാഖിനെ ഇന്ന് ഇവിടെ ഈ സക്സസ് പോഡിയത്തിൽ ഇരുത്തുന്നത്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഒരു നാടിന് അഭിമാനമുള്ളൊരു വിജയമാണ്. ഈ കാത്തിരിപ്പ് ഒരു നാടിൻ്റെയും കൂടെ ആയിരുന്നു, ഈ വിജയവും ആ നാടിൻ്റെ കൂടെ തന്നെയാണ്. ഒത്തിരി സന്തോഷം. ഒരു നല്ല ഓഫീസറാവട്ടെ, ആകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. Lead IAS, #1 IAS Academy in Kerala.